കല്ലുവെച്ചകാട് ദ്വീപ് നിവാസികളുടെ ദുരിതയാത്രയ്ക്ക് താൽക്കാലിക ആശ്വാസം. മറുകരയെത്താൻ ഇനി പുഴ നീന്തി കടക്കേണ്ട. ഒരു കടത്തുവഞ്ചി ഇവർക്ക് സ്വന്തമായി. ജോലി ആവശ്യത്തിനടക്കം പുഴ നീന്തി കടന്ന് മറുകരയിലെത്തുന്ന കല്ലുവെച്ചകാട് സ്വദേശി മുരുകേഷിന്റെ ദുരിതയാത്ര മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയിരുന്നു. നമ്മൾ നനയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വഞ്ചി എടുത്തിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് അപ്പം തന്നെ യാത്ര വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പം തന്നെ പോരും, ഇവരെത്തുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയ പ്രമുഖ വ്യവസായിയായ രശ്മി ആയിഷ ദ്വീപ് നിവാസികൾക്ക് ഒരു കടത്തുവഞ്ചി സമ്മാനിച്ചു. ഇതോടെ വർഷങ്ങളായുള്ള കല്ലുവെച്ചകാട് നിവാസികളുടെ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി. മുൻപ് നഗരസഭ ഇവർക്കായി ഒരു വഞ്ചി അനുവദിച്ചിരുന്നു. പക്ഷേ ആ വഞ്ചിക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതിന്റെ അറ്റകുറ്റപ്പണികൾ പോലും പൂർത്തിയാക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ അറിയിച്ചിരുന്നു. തിരിഞ്ഞു നോക്കണത് ഒരു ഇലക്ഷൻ വരുമ്പോഴാണ്. അപ്പം എങ്ങനെയെങ്കിലൊക്കെ വഞ്ചിയാക്കി എല്ലാവരും കൊണ്ടുവരും. സ്കൂൾ വിദ്യാർത്ഥികളടക്കം അടിസ്ഥാന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അക്കരെ കടക്കണമെങ്കിൽ വഞ്ചിയുള്ള ആളുകളെ ആശ്രയിക്കണം. ഒരസുഖം വന്നാൽ പോലും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു ഇവർക്ക്. ഇഴജന്തുക്കളെ അടക്കം ഭയക്കണം. വർഷങ്ങളായുള്ള പ്രതിസന്ധിക്ക് പരിഹാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മുരുകേഷിനടക്കമുള്ള ദ്വീപ് നിവാസികൾ. സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ കല്ലുവെച്ചകാട് നിവാസികൾ നോക്കൂ, ഒരു വഞ്ചി ഇല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണല്ലേ. എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഒരു അധികൃതരും രാഷ്ട്രീയ നേതാക്കളും ഒന്നും അവരെ തിരിഞ്ഞു നോക്കാത്തത് എന്നാണ്. സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, എന്തായാലും ഒരു പ്രമുഖ വ്യവസായിയായ രശ്മി ആയിഷയാണ് ഈ ദ്വീപ് നിവാസികളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്കൊരു കടത്തുവഞ്ചി സമ്മാനിച്ചത്. അപ്പോഴും എന്തുകൊണ്ട് ഇത്രയും രാഷ്ട്രീയ നേതാക്കളൊക്കെ, അദ്ദേഹം നേരത്തെ നമ്മളോട് പ്രതികരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇലക്ഷൻ ആകുമ്പോൾ മാത്രം വന്ന് കാണുന്ന ചില മനുഷ്യർ കളക്ടറോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നു. അവിടെയും രശ്മി കാണിച്ചൊരു മനസ്സ് അതിനോട് ഒരു വലിയ കയ്യടി കൊടുക്കുകയാണ്. ഇങ്ങനെ ചില നല്ല മനുഷ്യരൊക്കെ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നതല്ലേ. ഈ കല്ലുവെച്ചകാട് നിവാസികളുടെ ഒരു ജീവിതം എന്ന് പറയുന്ന, വർഷങ്ങളായിട്ടും അവർ ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകളാണ്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. അതായത് ഈ അക്കരെ കടക്കാൻ, അതായത് കല്ലുവെച്ചകാടിൽ നിന്നും ഈ മോനിപ്പള്ളി കടവിലേക്ക് കടക്കാൻ, ജോലി ആവശ്യത്തിനായാലും എന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിൽ കടയിൽ പോകാൻ പോലും ഇവർക്ക് അക്കരെ കടക്കേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വഞ്ചി ഇല്ലാത്തൊരു പ്രശ്നം കാലങ്ങളായിട്ട് തന്നെ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് നഗരസഭ, തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന 32-ാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ കല്ലുവെച്ചകാട് ദ്വീപ് എന്ന് പറയുന്നത്. നഗരസഭ താൽക്കാലികമായി അവർക്കൊരു വള്ളം അല്ലെങ്കിൽ വഞ്ചി വാങ്ങി നൽകിയിരുന്നു. പക്ഷേ ആ വഞ്ചി അത്രയ്ക്ക് സുരക്ഷിതമല്ലായിരുന്നു. അതിൽ ചില കേടുപാടുകളൊക്കെ തന്നെയും സംഭവിച്ചിരുന്നു. അതവർ ഈ നഗരസഭാധികൃതരെ ബോധ്യപ്പെടുത്തുകയും കൗൺസിലർ അടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഇനി മറ്റ് ആളുകൾ എന്ന് പറയുന്നത് ഇക്കരെ, അതായത് മോനിപ്പള്ളി കടവിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും അവർക്ക് ഓരോ വഞ്ചിയൊക്കെ തന്നെയും സ്വന്തമായുള്ള ആളുകളാണ്. പക്ഷേ അങ്ങനെ അവർ ആ വഞ്ചിയൊന്നും നൽകാറില്ല എന്നാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. ഈ മുരുകേശനായാലും ഈ വഞ്ചി ഇല്ലാത്തത് കൊണ്ട് വേറെ മാർഗമൊന്നുമില്ല ഈ അക്കരെ കടക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങളുമൊക്കെയായി, അതായത് അയാൾ ഈ മോനിപ്പള്ളി കടവിലേക്ക് വരും, അതിനുശേഷം ജോലിക്ക് പോയതിനു ശേഷം തിരിച്ചു വരും, സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു പാത്രത്തിൽ ആ സാധനങ്ങൾ വെക്കും, അതിനുശേഷം നീന്തി കടക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ മക്കളാണ് ഈ മുരുകേഷിനുള്ളത്. ഈ മക്കളെ തന്നെയാണെങ്കിലും തോളത്ത് വെച്ചുകൊണ്ടാണ് അയാൾ ഈ അക്കര കടക്കുന്നത്. അതിനൊരു താൽക്കാലികമായ ഒരു പരിഹാരമായിരിക്കുകയാണ്. അതായത് അവർ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു ആവശ്യമെന്ന് പറയുന്നത് വഞ്ചി വേണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഒരു പാലം അവിടെ അത്യാവശ്യമാണ്. അത് പിന്നീട് ആ ഒരു പാലം നിർമ്മിച്ചു നൽകാമെന്ന് അധികൃതരൊക്കെ തന്നെയും പറഞ്ഞിരുന്നു. അത് പിന്നീട് വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റ് പ്രദേശത്തേക്ക് മാറി താമസിക്കണമെന്നും ഇവരോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ളൊരു എന്താ പറയുക, ഒരു സാമ്പത്തികമായിട്ട് ഒരു ആസ്തി അതിന് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മാറി താമസിക്കാതെ വർഷങ്ങളായിട്ട് അവർ ഈ കല്ലുവെച്ചകാട്
ഈ ഒരു ദ്വീപിൽ കഴിയുന്നത്. പയ്യെ, അതായത് പിന്നീട് ഈ പാലം ഒക്കെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രമുഖ വ്യവസായിയായ രശ്മി ആയിഷയാണ് ഇവർക്ക് ഈ വഞ്ചി വാങ്ങി നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ നാട്ടുകാരുടെ ഒക്കെ തന്നെയും ഒരു സഹകരണം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം മുരുകേശന വഞ്ചി ഏറ്റുവാങ്ങുന്നത്. മുരുകേശൻ നിവാസികൾ, അവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അതിലൊക്കെ ഒരു താൽക്കാലിക ഒരു പ്രശ്ന പരിഹാരമായിട്ടുണ്ട്. അതിന്റെ സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷെ ഒരു പാലം എന്നത് അവരുടെ ആവശ്യമാണ്. അത് ഭാവിയിൽ വൈകാതെ തന്നെ വരട്ടെ.